ഗൾഫ് മേഖലയിലെ തന്നെ സുപ്രധാന സമ്പദ് വ്യവസ്ഥയാണ് സൗദി അറേബ്യയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സൗദിയോടൊപ്പം അവിടുത്തെ അധികാരികളോടൊപ്പവും നിൽക്കുന്നത്. നിലവിൽ എണ്ണ വരുമാനത്തിനപ്പുറമുള്ള ആദായ മാർഗങ്ങൾ സൗദി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലേക്കാണ് സൗദി ഊന്നൽ കൊടുക്കുന്നത്. എങ്കിലും എണ്ണ കഴിഞ്ഞിട്ടേ സൗദിക്ക് മറ്റെന്തും ഉള്ളൂ എന്നത് അറിയാക്കതയല്ല. ആഗോള വിപണിയിൽ തന്നെ കഴിഞ്ഞ വർഷം എണ്ണവില കുത്തനെയിടിഞ്ഞിരുന്നു. ബാരൽ എണ്ണയ്ക്ക് $20 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ചെയ്തത്. സൗദി ചരിത്രത്തിൽ ഇത്രയും സാമ്പത്തിക ഞെരുക്കം നേരിട്ട സമയം മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് കൊറോണ വ്യാപനത്തിന്റെ നാളുകളിലായിരുന്നു ഇത്തരത്തിൽ സാമ്പത്തിക ഞെരുക്കം നേരിട്ടത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. ലോകം കൊറോണയെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ജാഗ്രതയോടൊപ്പം തന്നെ കൂടുതൽ മുന്നോട്ട് കുതിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ പഴയ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാരൽ എണ്ണയ്ക്ക് വില $83 എന്ന് തന്നെ പറയാം. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദിയുടെ അരാംകോ വമ്പൻ ലാഭം കൊയ്തിരിക്കുന്നുവെന്നാണ് പുതിയ വാർത്ത. സൗദിക്ക് ഇത് ഏറെ ആശ്വാസകരമായിരിക്കാം. എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. കോവിഡ് എന്ന മഹാമാരി വലിയ ഭീഷണി സൃഷ്ടിച്ച വർഷമായിരുന്നു നമ്മൾ കടന്നു വന്നത്. ആഗോള വിപണികൾ മൊത്തം നിലയ്ക്കുകയായിരുന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്ത സാഹചര്യം പോലും നമ്മൾ കാണുകയുണ്ടായി. വിമാനയാത്രകളിൽ പോലും ലോകരാഷ്ട്രങ്ങൾ നിർത്തിവെച്ചു. എണ്ണ ഉപയോഗം തീരെ കുറഞ്ഞു. ഇതോടെ സൗദി ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദന രാജ്യങ്ങൾ കുത്തനെ ഇടിഞ്ഞു. ഇതോടെ സൗദി ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങൾ പ്രതിസന്ധിയിലായി. എണ്ണ ആവശ്യമില്ലാത്തതിനാൽ തന്നെ എണ്ണയ്ക്ക് വില കുത്തനെ കുറഞ്ഞു. അങ്ങനെ ബാരൽ എണ്ണയ്ക്ക് $20 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. എങ്കിലും എണ്ണവില പിന്നീട് സാഹചര്യം മാറാൻ തുടങ്ങി. അങ്ങനെ ബാരൽ എണ്ണയ്ക്ക് $20 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു എണ്ണവില. പിന്നീടാണ് സാഹചര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങിയത്. കോവിഡ് ഭീതി അകന്നു. ഇതോടുകൂടി വിപണികൾ സജീവമായി. വാക്സിൻ വ്യാപകമായി ഉപയോഗിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡ് വിട്ടുമാറുന്നു എന്ന സൂചന വന്നതോടെ ലോകം പഴയ സാഹചര്യത്തിലേക്ക് എത്തി തുടങ്ങി. ഇങ്ങനെ എണ്ണവില വർദ്ധിക്കാനും കാരണമായി. ഒക്ടോബർ 31 വിവരങ്ങൾ പ്രകാരം ബാരൽ എണ്ണയ്ക്ക് $83 വില. അതിവേഗമാണ് എണ്ണവില ആഗോള വിപണിയിൽ വർദ്ധിക്കുന്നത്. ഒക്ടോബർ ആദ്യത്തിൽ ബാരലിന് $73 വില. ഒരു മാസം കൊണ്ട് $10 ഉയർന്നിരിക്കുന്നത്. ഉൽപാദനത്തിൽ സൗദി കാര്യമായ കുറവ് വരുത്തുകയും ചെയ്തിട്ടില്ല. വില കൂടിയത് സൗദിക്ക് വലിയ നേട്ടമായി മാറി. വരുമാനം ഉയർന്നതിനാൽ തന്നെ വിഷൻ 2030 വൻ നേട്ടങ്ങളിലേക്ക് സൗദി അടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ വർഷത്തെ 3-ാം പാദത്തിൽ അരാംകോയുടെ വരുമാനം കുത്തനെ വർദ്ധിക്കുകയായിരുന്നു. ഇതായിരുന്നു പുതിയ വാർത്ത. $3000 കോടി കമ്പനിയുടെ അറ്റവരുമാനം എന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അരാംകോയുടെ വരുമാനം $1100 കോടി കുത്തനെ കുറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് $3000 കോടി ഉയർച്ച കണ്ടെത്തിയിരിക്കുന്നത്. ഇരട്ടിയിലധികം ഉയർച്ചയാണ് അരാംകോയുടെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യ മാത്രമല്ല, എണ്ണ ഉൽപാദന രാജ്യങ്ങളെല്ലാം വലിയ നേട്ടമാണ് ഇപ്പോൾ കൊയ്യുന്നത്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒപെക് രാജ്യങ്ങൾക്കും ഒപെക്കിൽ അംഗമല്ലാത്ത റഷ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ രാജ്യങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇറാൻ കൂടി എണ്ണ വിപണിയിലേക്ക് എത്തുമോ എന്ന ആശങ്ക സൗദിക്കുണ്ട് എന്നതും മറ്റൊരു കാര്യം. ഇറാനും ലോകത്തെ വൻ ശക്തി രാജ്യങ്ങളും തമ്മിൽ ആണവ ചർച്ച പുനരാരംഭിക്കുകയാണ്. അമേരിക്കയിലെ ഭരണമാറ്റമാണ് ചർച്ചയ്ക്ക് വീണ്ടും അവസരമൊരുക്കാനുള്ള കാരണമായി പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് മാറി ജോ ബൈഡൻ വന്നതോടെ ഇറാനുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ചർച്ച വിജയിച്ചാലോ ഇറാന്റെ എണ്ണയ്ക്കെതിരായ ഉപരോധം നീക്കപ്പെടും. ഇതോടെ ഇറാന്റെ എണ്ണ ആഗോള വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുകയും ചെയ്യും. കൂടുതൽ എണ്ണ വിപണിയിലെത്തിയാൽ വില കുറയാൻ തുടങ്ങുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉപഭോഗ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ദിനംപ്രതി കുത്തനെ ഉയരുകയാണ്. ആഗോള വിപണിയിൽ വില ഉയർന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എണ്ണ കമ്പനികൾ വില കുത്തനെ ഉയർത്തുന്നത്. പെട്രോളിന് കേരളത്തിൽ $110 പിന്നിട്ടു. ഡീസൽ വൈകാതെ $110 സൂചന. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ പെട്രോൾ വില $120 കടക്കുകയും ചെയ്തു. ഈ പോക്ക് പോയാൽ പെട്രോൾ $150 മുന്നറിയിപ്പ് നൽകുന്നത്. ഇതാകട്ടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്നതിൽ സംശയവുമില്ല. എന്തായാലും സൗദിക്ക് ഇത് നേട്ടമാകുമ്പോൾ ഇന്ത്യക്ക് ഇത് ദുസ്സഹമായി തീരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.